യാജ്ഞവൽക്യൻ അത്യുത്കൃഷ്ട പദവി നേടിയ മുനി. രാജാവിൻ്റെ, അതായത് ജനക രാജാവിൻ്റെ ആസ്ഥാന ഗുരുവായിരുന്നു യാജ്ഞവൽക്യൻ. അദ്ദേഹം വിശ്വാമിത്രന്റെ പുത്രനായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അത്യുത്കൃഷ്ടനായ മുനിയായി യാജ്ഞവൽക്യൻ വാഴ്ത്തപ്പെട്ടതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ജനക മഹാരാജാവ് ഒരു യാഗം നടത്തി വരികയായിരുന്നു. അനേകം പണ്ഡിതന്മാരും മുനിമാരും അവിടെ വന്നു ചേർന്നിരുന്നു. ജനക മഹാരാജാവ് ഒരു ചോദ്യം എടുത്തിട്ടു. ഇവിടെ ആരാണ് ഉത്കൃഷ്ട മഹർഷി? ഏറ്റവും ജ്ഞാനി ആരാണ്? അവർ അന്യോന്യം നോക്കി കണ്ണുരുട്ടി. ജനക മഹാരാജാവ് ഒരു പ്രഖ്യാപനം കൂടി നടത്തി. ഉത്കൃഷ്ട മുനിക്ക് 1000 പശുക്കളെ സമ്മാനിക്കുന്നതാണ്. പശുക്കളെ മാത്രമല്ല, ഓരോ പശുവിന്റെ കൊമ്പുകളിലും ഓരോ കിഴി സ്വർണ്ണ നാണ്യങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുമുണ്ടാവും. സർവജ്ഞന് അവയെ ഒന്നിച്ചു കൊണ്ടുപോകാവുന്നതാണ്. മഹാപണ്ഡിതരായ മുനിമാർ ആലോചിച്ചിരിക്കവെയാണ് വൽക്യൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ 1000 പശുക്കളെയും സ്വർണക്കിഴികളെയും നമ്മുടെ ആശ്രമത്തിലേക്ക് തെളിക്കുക. മുനി ശിഷ്യന്മാർ പശുക്കളെ തെളിക്കുവാൻ തുടങ്ങിയപ്പോൾ മറ്റു മുനിമാർ എഴുന്നേറ്റു. അവർ പറഞ്ഞു, അങ്ങനെ സർവജ്ഞാനിയെന്നങ്ങ് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കുകയും വേണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണം. യാജ്ഞവൽക്യൻ സമ്മതിച്ചു. മുനിമാർ ഓരോരുത്തരായി ചോദ്യം ചോദിക്കാനൊരുങ്ങി. ആദ്യം അർത്ഥഭാഗൻ എന്ന മുനി ഒരു ചോദ്യമുയർത്തി. ദിവ്യജ്ഞാനം ലഭിക്കാത്ത ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ ജ്ഞാനേന്ദ്രിയങ്ങളും നശിച്ചു പോകും. പിന്നീട് മറ്റൊരു ശരീരം സ്വീകരിക്കാൻ അയാൾക്ക് എങ്ങനെയാണ് കഴിയുക? യാജ്ഞവൽക്യൻ മറുപടി പറഞ്ഞു, ഒരാളുടെ കർമ്മങ്ങൾ മഹത്തരമാണെങ്കിൽ അത് പുനർജന്മത്തിന് കാരണമാകുന്നു. പിന്നീട് കഹോളൻ എന്ന മുനിയുടെ ചോദ്യമായിരുന്നു, അദൃശ്യമായതും അന്തരാത്മാവുമായ ബ്രഹ്മത്വത്തെപ്പറ്റി താങ്കൾക്ക് എന്താണ് അറിവുള്ളത്? യാജ്ഞവൽക്യൻ ഉടനെ പറഞ്ഞു, അന്തര്യാമിയായ ബ്രഹ്മമെന്നത് അങ്ങയുടെ ആത്മാവ് തന്നെയാണ്. ആത്മാവിന് വിശപ്പും ദാഹവും താൽപ്പര്യങ്ങളുമില്ല. ആത്മാവിനെ അറിയാൻ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം. ആത്മത്യാഗമാണ് മുനിമാർക്കുണ്ടായിരിക്കേണ്ട ഗുണം. ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ ചോദ്യം അവസാനിക്കും മുമ്പേ ഉത്തരം കിട്ടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു, കൂടുതൽ കൂടുതൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും. യാജ്ഞവൽക്യന്റെ ആശ്രമാങ്കണം പശുക്കളെ കൊണ്ട് നിറഞ്ഞു. ശ്രേഷ്ഠ ഗുരുവായി അദ്ദേഹത്തെ അവരോധിച്ചു. യാജ്ഞവൽക്യൻ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ സ്ഥിരമായി വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഒരു മഹാഗുരുവാണ്. അറിയാത്ത കാര്യങ്ങൾ ഗുരുവിനോട് ചോദിച്ചു മനസ്സിലാക്കുന്ന ശിഷ്യന്മാരെ ഗുരുവിനിഷ്ടമായിരിക്കുമല്ലോ. യാജ്ഞവൽക്യൻ കൊട്ടാരത്തിൽ ഇടയ്ക്കിടെ ചെല്ലുകയും രാജാവിന്റെയും മറ്റു സദസ്യരായ മഹർഷിമാരുടെയും സംശയങ്ങൾ നിവർത്തിക്കുകയും ചെയ്തു വന്നു. യാജ്ഞവൽക്യന്റെ കൃതികളായി ഏതെല്ലാം പുസ്തകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മിതാക്ഷരി അദ്ദേഹത്തിന്റെ കൃതിയായി അറിയപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിന്റെ തത്വങ്ങളും ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്ന മിതാക്ഷര സാധാരണയായി ഉത്തരേന്ത്യയിലാണത് പ്രചാരത്തിലുള്ളത്. യാജ്ഞവൽക്യന് കല്യാണി എന്നും മൈത്രേയി എന്നും പേരുള്ള 2 ഭഗ്നിമാരുണ്ടായിരുന്നു. സന്താനങ്ങളെക്കുറിച്ചൊന്നും അത്ര അറിവില്ല. തന്റെ സ്വത്തുക്കളെല്ലാം ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്ത ശേഷം അദ്ദേഹം സമാധി അടഞ്ഞു എന്നാണ് ഐതിഹ്യം.